പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കൃപാസനം പ്രസാദവര മാതാവേ, എൻ്റെ ജീവിതത്തിലും എൻ്റെ ഭവനത്തിലും അമ്മയുടെ സംരക്ഷണവും മാധ്യസ്ഥവും യാചിക്കുന്നതിനായി ഞാനിതാ പൂർണ്ണ വിശ്വാസത്തോടും ഭക്തിയോടും കൂടെ ഇന്ന് അമ്മയുടെ സന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ അമ്മയിലേക്ക് തിരിയുന്നു. പരിശുദ്ധ മാതാവേ, ഞാൻ അഭിമുഖീകരിക്കുന്ന എല്ലാ വെല്ലുവിളികൾക്കും ഓരോ ദിവസവും എൻ്റെ ജീവിതത്തിൽ ഉയർന്നു വരുന്ന എല്ലാ ഭീഷണികൾക്കും മുൻപിൽ ഞങ്ങളെ സംരക്ഷിക്കുവാനും ഞങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ ശത്രുക്കളെയും അപകടങ്ങളെയും ഞങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുവാനുമുള്ള അമ്മയുടെ മധ്യസ്ഥതയിലും അമ്മയുടെ നന്മയിലും അമ്മയുടെ സംരക്ഷണയിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും മാതൃകയായ പരിശുദ്ധ മാതാവേ, അമ്മയുടെ ജീവിതത്തിലുണ്ടായിരുന്ന അതേ ധൈര്യവും ദൈവത്തിലുള്ള അതേ വിശ്വാസവും ഉണ്ടായിരിക്കുവാൻ അങ്ങേ കാൽച്ചുവടുകൾ പിന്തുടരുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമെന്ന ഈ നിമിഷം ഞാൻ അപേക്ഷിക്കുന്നു. ദൈവം എല്ലായ്പ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നും അവൻ നമ്മെ സംരക്ഷിക്കുകയും ശരിയായ പാതയിൽ നയിക്കുകയും ചെയ്യുമെന്നും വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ വിശ്വാസത്തിൽ എപ്പോഴും ഉറച്ചു നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വളരെ ആവശ്യമുള്ള ശാന്തതയും സമാധാനവും ദൈവം ഞങ്ങൾക്ക് നൽകുന്നതിന് ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് മാധ്യസ്ഥം വഹിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഓ കൃപാസനം പ്രസാദവര മാതാവേ, അമ്മയുടെ മധ്യസ്ഥത ഞങ്ങൾക്ക് വരുന്ന എല്ലാ പ്രതിസന്ധികളെയും നേരിടുവാൻ ആവശ്യമായ സുരക്ഷിതത്വം ഞങ്ങൾക്ക് നൽകട്ടെ. അമ്മയുടെ മാധുര്യവും സ്നേഹവും എൻ്റെ ഭവനത്തെ വലയം ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും എപ്പോഴും സുരക്ഷിതവും അനുഗ്രഹീതവുമായി നിലനിർത്തുകയും ചെയ്യണമേ. ഓ കൃപാസനം പ്രസാദവര മാതാവേ, ഞങ്ങളുടെ കുടുംബത്തിൽ ഐക്യവും സമാധാനവും സ്നേഹവും വളർത്തിയെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞാൻ അമ്മയോട് അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ വെല്ലുവിളികളെയും ഒരുമിച്ച് നേരിടുവാൻ ഇടയാക്കട്ടെ. അമ്മയുടെ മധ്യസ്ഥത ഞങ്ങൾക്ക് ദിവ്യപ്രകാശം നൽകട്ടെ. അത് ഞങ്ങളുടെ പാതയെ പ്രകാശിപ്പിക്കുകയും മികച്ച വഴികളിലേക്ക് ഞങ്ങളെ നയിക്കുകയും എപ്പോഴും ദൈവത്തോട് അടുപ്പിക്കുകയും ചെയ്യട്ടെ. പരിശുദ്ധ അമ്മേ, എല്ലായ്പ്പോഴും ഞങ്ങളെ സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന അമ്മയുടെ അനുഗ്രഹം ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തോടും അമ്മയുടെ എല്ലാ ഭക്തജനങ്ങളോടും അമ്മ എല്ലായ്പ്പോഴും പുലർത്തിയിരുന്ന എല്ലാ സ്നേഹത്തിനും ഭക്തിക്കും ഈ നിമിഷം ഞാൻ നന്ദി പറയുന്നു. ഓ പരിശുദ്ധ മാതാവേ, അമ്മയുടെ നന്മയും മാധ്യസ്ഥവും ഞങ്ങൾക്ക് വളരെ ആവശ്യമുള്ള സമാധാനവും സംരക്ഷണവും നൽകട്ടെ. അനുദിനം നേരിടുന്ന വെല്ലുവിളികളെ നേരിടുവാനുള്ള കരുത്തും ധൈര്യവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു. അമ്മയുടെ മധ്യസ്ഥത ഞങ്ങളെ എല്ലാ അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും ഞങ്ങൾക്കുണ്ടാകുന്ന എല്ലാ പ്രയാസകരമായ സാഹചര്യങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ഓ കൃപാസനം പ്രസാദവര മാതാവേ, അമ്മയുടെ നന്മയും മാധ്യസ്ഥതയും ഞങ്ങൾക്ക് ദോഷം വരുത്തുവാൻ ആഗ്രഹിക്കുന്നവരുടെ ഹൃദയത്തെ സ്പർശിക്കട്ടെ. ഞങ്ങൾക്കുണ്ടാകാവുന്ന എല്ലാ ഭീഷണികളിൽ നിന്നും അകന്ന സന്തോഷത്തോടും ഐക്യത്തോടും കൂടി സമാധാനത്തോടും കൂടി ജീവിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് വളരെയധികം ആവശ്യമായ ദൈവിക സംരക്ഷണം നൽകട്ടെ. ഞങ്ങൾ തേടുന്ന സമാധാനവും സുരക്ഷിതത്വവും നൽകണമേ. അമ്മയുടെ സാന്നിധ്യം എപ്പോഴും ഞങ്ങൾക്ക് അനുഭവവേദ്യമാകട്ടെ. പരിശുദ്ധമായ ദൈവമാതാവേ, അങ്ങേ ദിവ്യപ്രകാശം ഞങ്ങളുടെ പാതയെ പ്രകാശിപ്പിക്കണമേ. എല്ലായ്പ്പോഴും ഞങ്ങളെ മികച്ച വഴികളിലേക്ക് നയിക്കണമേ. ദൈവത്തോട് കൂടുതൽ ചേർത്ത് നിർത്തണമേ. ദൈവത്തോടും അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിനോടും ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ. പരിശുദ്ധ മാതാവേ,
എല്ലാ സ്നേഹത്തിനും ഭക്തിക്കും ഈ നിമിഷം ഞാൻ നന്ദി പറയുന്നു. അമ്മയുടെ നന്മയും മാധ്യസ്ഥവും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ സമയത്തും ഞങ്ങളെ സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. എല്ലാ ദിവസവും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നന്ദി വളർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ജീവിതം അമൂല്യമായ ഒരു സമ്മാനമാണെന്നും ഞങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ നിമിഷവും ഞങ്ങൾ വിലമതിക്കണമെന്നും എപ്പോഴും ഓർക്കുവാനിടയാകട്ടെ. ഞങ്ങൾ പോകുന്നിടത്തെല്ലാം ദയയും സ്നേഹവും അനുകമ്പയും പരത്തിക്കൊണ്ട് ചുറ്റുമുള്ള ആളുകളുടെ ജീവിതത്തിൽ വെളിച്ചമാക്കുവാൻ അമ്മയുടെ മധ്യസ്ഥത ഞങ്ങളെ സഹായിക്കട്ടെ. പരിശുദ്ധ മാതാവേ, ആവശ്യമുള്ള എല്ലാവർക്കും അമ്മയുടെ സമാധാനവും സന്തോഷവും പ്രത്യാശയും നൽകണമേ. ഞങ്ങളെല്ലാവരെയും സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും ഉപകരണങ്ങളാക്കണമേ. എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും അമ്മയുടെ സ്നേഹ സാന്നിധ്യത്താൽ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ മാതാവേ, എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ പ്രിയപ്പെട്ടവർക്കും അമ്മയുടെ മാധ്യസ്ഥവും സംരക്ഷണവും ഞാൻ യാചിക്കുന്നു. ഓ കൃപാസനം പ്രസാദപര മാതാവേ, ജീവിതത്തെ അഭിമുഖീകരിക്കുവാൻ ആവശ്യമായ സമാധാനവും സുരക്ഷിതത്വവും നൽകിക്കൊണ്ട് അമ്മയുടെ സംരക്ഷണം എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, ഞങ്ങളെ സംരക്ഷിച്ചും ദൈവിക പ്രകാശത്തിൻ്റെ പാതയിലൂടെ ഞങ്ങളെ നയിക്കുന്നതിലും അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഞങ്ങൾക്ക് നൽകുമാറാകട്ടെ. എല്ലാ പ്രയാസകരമായ സമയങ്ങളിൽ പോലും ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രത്യാശയും വിശ്വാസവും വളർത്തിയെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഏത് വെല്ലുവിളിയും നേരിടുവാൻ ആവശ്യമായ ശക്തിയും ധൈര്യവും നൽകിക്കൊണ്ട് ദൈവം ഞങ്ങളുടെ പക്ഷത്തുണ്ടെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. ഓ കൃപാസനം പ്രസാദപര മാതാവേ, ഞങ്ങളെ ബാധിച്ചേക്കാവുന്ന എല്ലാ ഉത്കണ്ഠകളും ആകുലതകളും ഞങ്ങളിൽ നിന്ന് അകറ്റി നിർത്തണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്ന ആന്തരിക സമാധാനം അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവഹിതം തേടാൻ ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ. സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും ഉദാഹരണങ്ങളാക്കി ഞങ്ങളെ മാറ്റണമേ. ഞങ്ങൾ സ്നേഹിക്കുന്ന എല്ലാവരെയും എല്ലാ തിന്മകളിൽ നിന്നും സംരക്ഷിക്കുകയും അമ്മയുടെ മാധുര്യത്തിലും സ്നേഹത്തിലും അവരെ വലയം ചെയ്യുകയും ചെയ്യണമേ. ഈ നിമിഷം നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമ്മുടെ നിയോഗങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ മക്കൾ, മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, സ്നേഹിതർ, നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർ, ഉപകാരികൾ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ നമ്മുടെ നിയോഗവും നമ്മുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുക. കൃപാസനം പ്രസാദപര മാതാവേ, അമ്മയുടെ മധ്യസ്ഥത ഞങ്ങൾക്ക് എല്ലാവർക്കും സമാധാനവും ഐക്യവും ജീവിക്കാനുള്ള കൃപയും നൽകിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് വളരെ ആവശ്യമുള്ള ദൈവികാനുഗ്രഹം നൽകട്ടെ. ദൈവത്തോടും അമ്മയുടെ എല്ലാ സ്നേഹത്തിനും സമർപ്പണത്തിനും പിതാവിൻ്റെ മുൻപാകെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത വഹിച്ച് എപ്പോഴും ഞങ്ങളുടെ അരികിലായിരിക്കുന്നതിനും പരിശുദ്ധ മാതാവേ ഞാൻ നന്ദി പറയുന്നു. ദൈവത്തോടുള്ള വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പാതയിലൂടെ ഞങ്ങളെ നയിക്കണമേ. അമ്മയുടെ സംരക്ഷണവും മാധ്യസ്ഥതയും എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണെന്നും സമാധാനത്തിലും ഐക്യത്തിലും ജീവിക്കുവാൻ ഞങ്ങൾ നല്ല ദൈവമേ അങ്ങേ കൃപയിലും കാരുണ്യത്തിലും ആശ്രയിക്കുന്നുവെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വിനയവും വളർത്തിയെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, മറ്റുള്ളവരെ സേവിക്കുന്നതിനും എല്ലാറ്റിനുമുപരിയായി ദൈവത്തെ സ്നേഹിക്കുന്നതിലുമാണ് യഥാർത്ഥ മഹത്വമെന്ന് ഞങ്ങൾക്ക് എപ്പോഴും ദർശിക്കുവാനിടയാകട്ടെ. ഓ കൃപാസനം പ്രസാദപര മാതാവേ, ഏറ്റവും പ്രയാസകരമായ സാഹചര്യങ്ങളിൽ പോലും ഞങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവരോടും ക്ഷമയും സ്നേഹവും മനസ്സിലാക്കലും കൂടുതൽ സഹിഷ്ണുത പുലർത്തുവാനും അങ്ങേ പുത്രൻ്റെ മധ്യസ്ഥത ഞങ്ങളെ സഹായിക്കട്ടെ.
ഓരോ വ്യക്തിയും ദൈവത്തിൻ്റെ മുൻപിൽ അമൂല്യനാണെന്നും ദൈവദൃഷ്ടിയിൽ അതുല്യനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, സ്നേഹത്തോടും ആദരവോടും കൂടി പെരുമാറുവാൻ എന്നെ പഠിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ, വൈകാരികമോ ശാരീരികമോ മാനസികമോ ആയ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് രോഗബാധിതരായ എല്ലാവർക്കും പരിശുദ്ധ അമ്മേ, അമ്മയുടെ സംരക്ഷണം നൽകണമേ. അമ്മയുടെ മധ്യസ്ഥത രോഗശാന്തി സമാധാനം നൽകട്ടെ. കൃപാസനം പ്രസാദപര മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അനുനിമിഷം അമ്മ നൽകുന്ന അനുഗ്രഹങ്ങളെ നന്ദിയോടെ ഓർക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക്, കൃപകൾക്ക് ഈ നിമിഷം നന്ദി പറയാം. പരിശുദ്ധ അമ്മ അമ്മയുടെ നീലാങ്കി കൊണ്ട് ഞങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് അനുദിനം നമുക്ക് ആവശ്യമായ എല്ലാ കൃപകളും നൽകുന്നു. നാം അറിഞ്ഞോ അറിയാതെയോ നന്ദി പ്രകടിപ്പിക്കുവാൻ മറന്നു പോയിട്ടുണ്ട്. ഒരു നിമിഷം കണ്ണുകളടച്ച് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അമ്മയെ സ്തുതിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ മാതാവേ, ഞങ്ങളെ സഹായിക്കണമേ. കൃപാസനം പ്രത്യക്ഷീകരണ പ്രാർത്ഥന 4 പ്രാവശ്യം നമുക്ക് ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ട് നമ്മുടെ 4 നിയോഗങ്ങളെ നമുക്ക് സമർപ്പിക്കാം. ഈ പ്രാർത്ഥനയിൽ ഭക്തിപൂർവ്വം പങ്കുചേരുക. അമ്മ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും, അടയാളങ്ങൾ സംഭവിപ്പിക്കും. അടയാളങ്ങളും അത്ഭുതങ്ങളും മാന്ത്രിക സൗഖ്യവും നൽകുന്ന പ്രാർത്ഥനയാണ് കൃപാസനം പ്രത്യക്ഷീകരണ പ്രാർത്ഥന. എത്ര കണ്ട് ആവർത്തിക്കുന്നുവോ അത്രമേൽ അനുഗ്രഹങ്ങളാണ് നമുക്ക് ലഭിക്കുവാൻ പോകുന്നത്. ഈ പ്രാർത്ഥനയിൽ ഭക്തിപൂർവ്വം പങ്കുചേരാം. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവവേദ്യമാക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ഭൂസ്വലോകങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി ഈ പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നിയോഗം, നിങ്ങളുടെ സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, പ്രതിസന്ധികൾ, പ്രിയപ്പെട്ടവർ എല്ലാവരെയും ഈ നിമിഷം ഇപ്പോൾ ഇവിടെ സമർപ്പിക്കുക. പരിശുദ്ധ മാതാവേ, ഞാൻ സമർപ്പിച്ച നിയോഗങ്ങളുടെ മേൽക്കരുണയായിരിക്കണമേ. എൻ്റെ അപേക്ഷ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവവേദ്യമാക്കുക വഴി
ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി ഈ പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നിയോഗം, നിങ്ങളുടെ സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, പ്രതിസന്ധികൾ, പ്രിയപ്പെട്ടവർ എല്ലാവരും ഈ നിമിഷം ഇപ്പോൾ ഇവിടെ സമർപ്പിക്കുക. പരിശുദ്ധ മാതാവേ, ഞാൻ സമർപ്പിച്ച നിയോഗങ്ങളുടെ മേൽക്കരുണയായിരിക്കണമേ. എൻ്റെ അപേക്ഷ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവവേദ്യമാക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി ഈ പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നിയോഗം, നിങ്ങളുടെ സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, പ്രതിസന്ധികൾ, പ്രിയപ്പെട്ടവർ എല്ലാവരും ഈ നിമിഷം ഇപ്പോൾ ഇവിടെ സമർപ്പിക്കുക. പരിശുദ്ധ മാതാവേ, ഞാൻ സമർപ്പിച്ച നിയോഗങ്ങളുടെ മേൽക്കരുണയായിരിക്കണമേ. എൻ്റെ അപേക്ഷ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവവേദ്യമാക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി ഈ പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നിയോഗം, നിങ്ങളുടെ സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, പ്രതിസന്ധികൾ, പ്രിയപ്പെട്ടവർ എല്ലാവരും ഈ നിമിഷം ഇപ്പോൾ ഇവിടെ സമർപ്പിക്കുക. പരിശുദ്ധ മാതാവേ, ഞാൻ സമർപ്പിച്ച നിയോഗങ്ങളുടെ മേൽക്കരുണയായിരിക്കണമേ. എൻ്റെ അപേക്ഷ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ.